ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമുക്കറിയാലോ, നമ്മൾ ബ്രോയിലർ ചിക്കൻ എങ്ങനെ നാച്ചുറലായിട്ട്, അതായത് കെമിക്കൽ ഫ്രീ ആയിട്ട്, ആൻറ്റിബയോട്ടിക് ഇല്ലാത്തത് എങ്ങനെ ഉൽപ്പാദിപ്പിച്ചെടുക്കാമെന്നാണ് നമ്മളിവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2.5 വർഷമായിട്ട് നമ്മൾ ആ ഒരു ശ്രമത്തിലാണ്, വിജയത്തിലാണ്. ഓക്കെ, ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തിപ്പലി, ആടലോടകം, അതുപോലെ പപ്പായയുടെ ഇല ഉണ്ടല്ലോ, പപ്പായയുടെ ഇല അല്ല, ഈ അടക്കാപ്പഴത്തിൻ്റെ ഇല, അതായത് പേരക്കയുടെ ഇല. ഓക്കെ, അതൊക്കെ കൂട്ടിയിട്ട് ഒന്ന് ജ്യൂസാക്കിയിട്ടാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നത്. ഇത് കാര്യമായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി പവർ, രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതുപോലെ തന്നെ വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാനൊക്കെയാണ് നമ്മളത് ചെയ്യുന്നത്. വന്നു കഴിഞ്ഞാലൊന്നും നമുക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമുക്ക് വരാതിരിക്കാൻ നോക്കാനൊക്കെ വളരെ ഫലപ്രദമായിട്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള സമയങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിക്കനൊക്കെ നന്നായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. അതാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ തുളസി ഹാർവെസ്റ്റ് ചെയ്യാണ്. തുളസി നമ്മളൊരുപാട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തിപ്പലി, അതുപോലെ ആര്യവേപ്പൊക്കെ നമ്മളതിൽ പ്രധാന ഘടകങ്ങളാട്ടോ. ആര്യവേപ്പ്, അതുപോലെ കരിനെച്ചി, പിന്നെ അയമോദകം നമ്മളിതിലൊരു പ്രധാന ഘടകമാണ്. പിന്നെ ആടലോടകം, ചെറിയ ആടലോടകമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ജ്യൂസാക്കി എടുക്കുകയാണ് ചെയ്യുക. നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ജ്യൂസാക്കി എടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 7 ദിവസം ഇവർക്ക് കൊടുക്കുന്നത് ഈ തുളസിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, മഞ്ഞൾപ്പൊടി ഇതേപോലെ തന്നെ ഒരു അവിഭാജ്യ ഘടകമാണ്. എല്ലാത്തിലും മഞ്ഞൾപ്പൊടി ഉൾപ്പെടുത്തും. ടർമറിക് കൂടുതലല്ല, അത്യാവശ്യത്തിന് മാത്രം. നമുക്കറിയാലോ ഇത്ര കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇത്ര വേണമെന്നുള്ളത്. ആ ഒരു രീതിയിലാണ് മഞ്ഞൾപ്പൊടി നമ്മൾ ഇവർക്ക് വേണ്ടി കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ വെള്ളപ്പാത്രങ്ങളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് സോപ്പില്ലാതെ, അതായത് സോപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ നമ്മൾ അതിലുള്ള ഗുഡ് ബാക്ടീരിയകൾ നശിച്ച് പോകാൻ സാധ്യതയുണ്ട്. അത് കാരണം തന്നെ ഡ്രിങ്കറൊന്നും സോപ്പിട്ട് കഴുകാൻ പാടില്ല. 2 നേരം നന്നായിട്ട് കഴുകി കൊടുക്കുക. ഈ വൈറസും അതുപോലെ തന്നെ ഈ ഫംഗസൊക്കെ ഇത് പിന്നെ ഫോം ചെയ്യുകയാണെങ്കിൽ 24 hours അതിൻ്റെ സമയം. അതിന് നമ്മൾ 2 പ്രാവശ്യമായിട്ട് കഴുകി കൊടുത്താൽ മതി. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ഡ്രിങ്കർ കഴുകിയിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കും. അവരത് നന്നായിട്ട് കുടിക്കുകയും ചെയ്യും. ഓക്കെ, അത് കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കിട്ടും.